ഹലോ. ചെടികൾക്ക് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വളവും കൂടി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരു മാസത്തിലേറെയായി അടുക്കളയിൽ ഇരുട്ടിലായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെ പൊട്ടിക്കാൻ പോവുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. കഞ്ഞിവെള്ളമാണ് മെയിൻ. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ പഴത്തൊലിയും ഉള്ളിത്തോല്, മുട്ടയുടെ തൊണ്ട്, ഓറഞ്ച് തൊലി ഇവയെല്ലാം ഇട്ട് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കും. അല്ലാണ്ട് ഓപ്പൺ ചെയ്യാറില്ല. അങ്ങനെ ഒരു മാസത്തിലേറെയായി ഇരിക്കുന്ന കുപ്പിയാണ്. അതാണ് ഇന്ന് പൊട്ടിക്കാൻ പോകുന്നത്. ഇത് രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ എങ്കിലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ. എൻ്റെ ചെടികളെല്ലാം നനയ്ക്കാൻ വേണ്ടി എനിക്ക് 2 ബക്കറ്റ് വെള്ളമേ ആവശ്യമായി വരാറുള്ളൂ. ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കപ്പ് കൊണ്ടാണ് ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വെള്ളം ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. പൈപ്പിൽ നേരിട്ട് പിടിച്ചൊഴിക്കുമ്പം നമ്മുടെ ചെടിച്ചട്ടിയിൽ കുത്തി മണ്ണിളകി തെറിച്ചൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. കപ്പിൽ നമ്മൾ സാവകാശം ഒഴിക്കുമ്പം വെള്ളം കുറേ നമുക്ക് സേവ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വെള്ളം ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൂ. നമ്മുടെ കുപ്പിയിലുള്ള വെള്ളം ഏകദേശം ഞാൻ മുഴുവൻ ഒരു ബക്കറ്റിലേക്ക് മാറ്റി. ഇനി ആ കുപ്പിയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി വീണ്ടും ആ വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ മറ്റ് രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പം ചെടി പോലും അറിയില്ല വളം ഇട്ടിട്ടുണ്ടെന്ന്. ഒരു മണമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു സാധനത്തിന് അല്പനേരത്തേക്കൊരു മുഷിഞ്ഞ മണം ഉണ്ടാവുകയെ. അല്പനേരത്തേക്കല്ല, ഒരു ദിവസം മുഴുവൻ ആ മണം ഉണ്ടാകും. പക്ഷെ ചെടിക്ക് നല്ലതായതുകൊണ്ട് അത് ബൈൻഡാക്കാറില്ല. കുറച്ച് ദൂരേക്ക് വരെ ആ സ്മെല്ലുണ്ടാവും, ബാഡ് സ്മെല്ലുണ്ടാവുകയെ. അപ്പോൾ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ അല്ലാത്തൊരു ദിവസത്ത് നിങ്ങൾ ഈ വെള്ളം കൊടുക്കുക. അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ ഒരു മുഷിഞ്ഞ മണമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഓറഞ്ച് തൊലി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബാഡ് സ്മെല്ല് കുറേ കുറയും. ഉള്ളിത്തോലി ഉള്ളത് കൊണ്ടാണ് ചീത്ത സ്മെല്ല് വരുന്നതിന് പ്രധാന കാരണം പുളിച്ച കഞ്ഞിവെള്ളവും. ഇപ്പം ഓറഞ്ചിൻ്റെ തൊലി ഇട്ടാൽ കുറച്ച് ആ ചീത്ത സ്മെല്ല് കുറച്ച് മാറും. അപ്പം നമ്മൾ ഒഴിച്ച് വെച്ച ലായനി അത് ഡയറക്റ്റായിട്ട് ഒരിക്കലും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കരുതേ. ചെടി കരിഞ്ഞു പോവും. വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 2 ബക്കറ്റിലേക്കും ഈക്വലായിട്ട് ഞാനതിനെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കപ്പിൽ ചെടികൾക്ക് കുറച്ചേച്ച് ഒഴിച്ചു കൊടുക്കാം. ചട്ടിയിൽ നിന്ന് ഓവർഫ്ലോ ചെയ്തു പോകാതെ ശ്രദ്ധിക്കണം. കാരണം നല്ല മണമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ മണം ഭയങ്കരമായി ഒരു ദുഷിച്ച സ്മെല്ലായിരിക്കും. ഇപ്പോൾ മാക്സിമം ചെടിച്ചട്ടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ തന്നെ കുറച്ചേച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആക്കിയിട്ട് ഇലകൾക്കെല്ലാം തളിച്ചു കൊടുത്താലും നല്ലതാണേ. ഞാൻ തൽക്കാലം ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറാണ് ചെയ്യാറ്. പിന്നെ കുറച്ച് ഇലകൾക്ക് വരുന്ന രീതിക്ക് തട്ടിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വിങ്കാറാസൊക്കെ നോക്കിക്കേ നിറയെ പൂവിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാവുന്നൊരു വളമാണേ. ഉള്ളിത്തൊണ്ടും പഴത്തൊലിയും മുട്ടത്തോട്, അങ്ങനെ ഓറഞ്ചിൻ്റെ തൊലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മതി. എനിക്ക് പൂക്കൾ ഇഷ്ടമാണെങ്കിലും ഇലച്ചെടികളോടാണ് ഭയങ്കര ഇഷ്ടം. ഈ ഇലയൊക്കെ നോക്കിക്കേ, ശരിക്കും പൂവിനെക്കാട്ടും ഭംഗിയില്ലേ. പൂക്കളുടെ പ്രത്യേകത വെച്ചാൽ കുറച്ച് കാലം നിന്ന് കഴിയുമ്പോൾ അതങ്ങ് വാടിപ്പോവും. പക്ഷേ ഈ ഇലകളുണ്ടല്ലോ കുറേ കാലം അങ്ങനെ ഉണ്ടാവും. അധികം പരിചരണം വേണ്ട. പിന്നെ കുറേ കാലം ലാസ്റ്റ് ചെയ്യുന്ന ചെടികളാണ് ഇലച്ചെടികൾ. അതുകൊണ്ടാണ് ഞാൻ ഇലച്ചെടികളുടെ പുറകെ പോയിരിക്കുന്നത് കേട്ടോ. പക്ഷേ വിങ്കാറോസ് ഇഷ്ടമായതുകൊണ്ട് അത് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ച് പൂക്കളുള്ള ചെടികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇലച്ചെടികളാണ്. നമ്മുടെ ഇലമുളച്ചിയെല്ലാം കണ്ടോ കൃത്യമായി വളം ചെല്ലുന്നതുകൊണ്ട് നല്ല കരുത്തോടെയാണ് വളർന്നു വരുന്നത്. ചെടികൾക്ക് വളം വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പകൽ നേരം ഒഴിയുമ്പോൾ നല്ല ചൂടൊക്കെയുള്ള സമയമാണെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞു പോകുമല്ലോ. വൈകുന്നേരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറേ നേരമെങ്കിലും മണ്ണിൽ നിൽക്കുന്നതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചെടികൾക്ക് വളമിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു ഏരിയയാണ്. ഇലച്ചെടികൾ ഇങ്ങനെ വളർന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ കുറ്റിച്ചെടിയെല്ലാം കണ്ടോ, വേലിക്കരിയിലൊക്കെ നിൽക്കുന്ന കാട്ടു ചെടിയാണ്. പക്ഷേ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാമോ. ഒരുപാട് പൊന്തി പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ ഭംഗിയില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ പുതിയ തലപ്പ് വരുന്ന ഞാൻ ഞുള്ളി കളയാറുണ്ട്. പുതിയ മുള വരുന്നതിനെ ഒന്നും അറിയാതെ പോയി ഞുള്ളി കളയട്ടോ. അപ്പം നമ്മുടെ വെള്ളമെല്ലാം ഒഴിച്ചെടുത്ത സാധനം ബാക്കിയുള്ളത് ഇതാണ്. കുറേ മുട്ടത്തുണ്ടും ചപ്പും ചവറൊക്കെ ഉണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ച് വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ സകലതും നമ്മൾ ഊറ്റിയെടുത്തല്ലോ. ഇനി നമുക്കത് കളയാം. കളയുന്നിടത്ത് നല്ല സ്മെല്ലായിരിക്കും. നിങ്ങൾ വീടിൻ്റെ അടുത്തൊന്നും കൊണ്ട് ഇട്ടേക്കരുത്. പിന്നെ കുറേ കാലത്തേക്ക് ആ സ്മെല്ല് പോവില്ല. ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ കളയണം കേട്ടോ. ഇനി ആ കുപ്പി നമുക്കൊന്ന് കഴുകി ഉണക്കി അടുത്ത സ്റ്റെപ്പ് ആക്കി ഒഴിച്ചു വെക്കാൻ വേണ്ടി റെഡിയാക്കാം. ഇനി ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ ആ കുപ്പി തുറക്കാറുള്ളൂ. ഇടയ്ക്കൊന്ന് എടുത്ത് കുലുക്കി വെക്കും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഒന്ന് എന്തായാലും ഒരു സെറ്റ് കഴിഞ്ഞാലേ വിചാരിച്ച് ഞാൻ കുപ്പി നല്ല വൃത്തിയിലൊന്ന് കഴുകുന്നുണ്ട്. എന്നിട്ടത് വെയിലത്ത് വെച്ച് ഉണക്കിയാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിന് വേണ്ടി തയ്യാറാക്കുന്നത്. അടുത്ത തവണ കുപ്പിയിൽ ഞാൻ വളത്തിന് വേണ്ടി ആക്കി വെക്കുന്ന വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാവേ. പ്രത്യേകിച്ചൊന്നുമില്ല. പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മൾ പഴത്തൊലിയും മുട്ടത്തൊണ്ടും ഉള്ളിത്തൊണ്ടും
ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പഴത്തൊലിയൊക്കെ ഞുറുക്കിയിട്ടാണ് ഇടുക കേട്ടോ, ഡയറക്റ്റ് അപ്പാടെ ഇട്ട് കൊടുക്കില്ല. വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ഞാൻ എൻ്റെ കുപ്പിയും കൂടി ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യണം. നമ്മുടെ വാണ്ടറിങ് ജൂ നോക്കിക്കേ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. ഇത് നിലത്ത് നട്ടാൽ ആളിച്ചിരി പശകാണ്, ഫുള്ള് കാട് പോലെ പടരും. പക്ഷേ ചട്ടിയിൽ വിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മുടെ 10 മണികൾ പ്രൂൺ ചെയ്ത് വിട്ടെല്ലാം നല്ല ഉഷാറായി വളർന്നു വന്ന് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിങ്ക റോസ്, ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് നിറയെ ഇലകളുണ്ട്, അതേപോലെ നിറച്ച് പൂക്കളും ഉണ്ട്. പിന്നെ വെയിറ്റ് കാരണം ഇതിന് തന്നെ നിൽക്കാൻ കൂടി പറ്റുന്നില്ല. അടുത്ത ചെടീനെ സപ്പോർട്ട് ചെയ്ത് താങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ വിത്തുകളൊക്കെ കുറച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കണം ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. മഴയത്ത് നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കുറച്ച് വിത്തുകൾ സൂക്ഷിച്ച് വെക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂൺ ചെയ്ത് വിട്ട വിങ്ക റോസുകൾ കണ്ടോ, നമ്മൾ മുറിച്ച് വിട്ട ഭാഗമാണിത്. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് പുതിയ തളിർപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടി നല്ല ബുഷിയായിട്ട് വെക്കും. എല്ലാം പൂവിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ പൂവായിരിക്കും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്